തൊട്ടുതീണ്ടായ്മ, നാടുവാഴി സംസ്കാരങ്ങളെല്ലാം നിലനിന്നിരുന്ന കാലത്ത് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ആ രംഗത്തേക്ക് ഇറങ്ങാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയായിരുന്നു അന്ന് സിനിമ പോയിക്കൊണ്ടിരുന്നത്. സിനിമ ആഗ്രഹിച്ചു വരുന്നവരുടെ സ്ട്രഗിൾ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം അതല്ലാതെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ഒരു സിനിമാ നടനാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു ശരിക്കും. നമ്മുടെ മലയാളത്തിലെ നെടും തൂണുകളായ മമ്മൂക്കയും ലാലേട്ടനും ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നസ്ലിൻ പോലെയുള്ള ഇപ്പോഴത്തെ യങ് ജനറേഷന് ഒരു മാതൃകയായിട്ട് അവരെ പോലെ തന്നെ വരണം, ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നേറണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ഈ പറയുന്ന മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കയറി വന്ന വഴികളിലൂടെ തന്നെ ഇവരും എങ്ങനെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്നു. സംവിധായകൻ ശ്രീ രാജേഷ് പിള്ളയ്ക്ക് ഹൃദയത്തിൽ സ്പർശിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. വെൽക്കം ടു അവർ തീ സ്റ്റുഡിയോസ് പോഡ്കാസ്റ്റ്. നന്ദി അറിയിക്കാനുള്ള സാഹചര്യം ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ റോഡിൽ കൂടെ ഒരു 140-150 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാറ്, അത് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ 3-4 സുഹൃത്തുക്കളും യാത്ര ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം ട്രാഫിക് എന്ന് പറയുന്ന സിനിമ കാണാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം സംവിധാനം ചെയ്ത, രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് ആണ് അതിനൊരു കാരണം എന്ന് പറയാൻ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ. വ്യക്തിപരമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്, ഞാൻ അതുകൊണ്ട് നന്ദി പറഞ്ഞത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഉണ്ടാക്കിയ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വരെ തെറ്റിക്കാത്തൊരു ദൃഢനിശ്ചയമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്. ആ സിനിമ കണ്ടതിന് ശേഷം അന്ന് ഞാൻ പോയ യാത്ര അത്യാവശ്യം വളരെ അമിത വേഗത്തിൽ തന്നെയായിരുന്നു. ആ യാത്ര പോയതിനു ശേഷം ഈ കണ്ട സിനിമ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ ഈ സിനിമ ഞാൻ എടുത്തൊരു തീരുമാനത്തിൽ എനിക്ക് തന്നൊരു നോളജ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇൻഫ്ലുവൻസ് എന്ന് വേണമെന്ന് പറയാം, ഒരു ഉൾക്കാഴ്ച തന്നു. ഉറപ്പായിട്ടും അതിന് കാരണം ഉറപ്പായിട്ടും ഞാൻ പറയും ഈ സിനിമയാണ്. കാരണം അന്ന് മുതൽ ഞാനെടുത്തൊരു തീരുമാനം ഈ സുഹൃത്തുക്കളുമായിട്ട് ഒരിക്കൽ സംസാരിക്കാൻ ഇടയുണ്ടായി. അന്ന് യാത്ര ചെയ്തപ്പോൾ ഇവരെല്ലാവരും അതിൽ നിശബ്ദരായി ഇരുന്നതിൻ്റെ ഒരു കാരണം ഒരിക്കലും സന്തോഷിച്ചിട്ടല്ല, പേടിച്ചിട്ടായിരുന്നു. ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ മദ്രാസിൽ ഒരിക്കൽ ശരിക്കും നടന്നൊരു സംഭവത്തിന് പ്രചോദനമായിട്ടുണ്ടായ സിനിമയാണ്. അതിൽ പറയുന്നൊരു തീം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പൊലിയുന്ന ഒരു കാര്യത്തിനാണ്. ആ സിനിമയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് മാറ്റം വരുത്തിയൊരു വലിയൊരു ഉദാഹരണം. ശരിയാണ്. ചിലപ്പോൾ ഇനി ഒരു ട്രാഫിക് റൂൾസ് ഒക്കെ പാലിക്കാനായിട്ടും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരാണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടിടയായി കാണും എന്ന് എനിക്ക് ഉറപ്പായിട്ടും അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. എനിക്ക് അതുപോലെ ഒരു ഇൻസ്പയർ ചെയ്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമ ദ കരാട്ടെ കിഡ് എന്നുള്ള ഒരു സിനിമയാണ്. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കരാട്ടെ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു. അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയി ജോയിൻ ചെയ്തു. എനിക്ക് ഇപ്പം നോക്കുമ്പോൾ ശരിക്കും കരാട്ടെ പോലൊരു മാർഷൽ ആർട്സ് പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഭയങ്കര ഒരു വലുതാണ്. അപ്പം അതേപോലെ നോക്കുകയാണെങ്കിൽ ചില സിനിമകൾ കണ്ടിട്ട് ഒരു സിനിമാ നടിയാകണം, ഒരു നടനാകണം, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സിനിമ കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു കണ്ടതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ ഇനി അടുത്ത് തന്നെ റിലീസാവുന്ന ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായകാണ് അതിൻ്റെ സംവിധായകൻ. എനിക്ക് തോന്നുന്ന ഒരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ഫിലിം മേക്കറിൻ്റെ സ്ട്രഗിള് കൂടുതൽ കാണിക്കുന്ന ഒരു ഡെപ്തിൽ കാണിച്ചൊരു സിനിമയായിരുന്നു മലയാളത്തിലെ ഉദയനാണ് താരം എന്ന സിനിമ. ഭാനു സിനിമ സംവിധായകനാകാൻ ആഗ്രഹിച്ചു, സരോജ് കുമാർ നായകനാകാൻ, ഒരു വലിയൊരു നടനാകാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. വളരെ ഭംഗിയായിട്ട് ഹാസ്യരൂപേണ ഒരു സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകൾ എത്തരത്തിലാണ് നമ്മൾ കാണുന്നത് എന്ന് കൃത്യമായിട്ട് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് കൂടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ അകത്താണെങ്കിലും ലാലേട്ടൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ ഉദയഭാനു, ആ ഒരു സംവിധായകനാകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് സ്വന്തം കൂട്ടുകാരൻ മോഷ്ടിച്ചു. ആ സ്ക്രിപ്റ്റ് കൊണ്ട് സിനിമയുണ്ടാക്കി സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായിട്ട് മാറുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒരു സ്പെഷ്യലായിട്ട് തോന്നാനുള്ളൊരു കാരണം
കയ്യിൽ നിന്നെല്ലാം കൈവിട്ട് പോയിട്ടും ആ സിനിമയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട്, എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാതെ അവസാനം ആ സിനിമ ചെയ്തെടുക്കുന്ന ഉദയഭാനു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു നമുക്കെല്ലാം തന്നെ. ലാലേട്ടൻ്റെ ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മമ്മൂക്കയെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതെ അതെ. അദ്ദേഹം ആ സിനിമയിൽ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്, ഒരു സിനിമാ നടനാവാൻ അദ്ദേഹം എടുക്കുന്ന ആ ഒരു ഇച്ഛാശക്തിക്ക് പുറമെ അദ്ദേഹം ബോളിവുഡ് സിനിമയിൽ വിവേക് ഒബ്രോയ് ഒരു സിനിമാ നടനാവാൻ വേണ്ടി കാണിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു ഗുണ്ടാ സംഘത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതിനു മുമ്പേ അദ്ദേഹം സംവിധായകൻ രഞ്ജിത്തിനെ പോയി കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു അഡ്വൈസ് പ്രകാരമാണ് എന്ത് റിസ്ക്കും ഇത് ആവാൻ വേണ്ടി ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു ഫിലിം മേക്കർ, ഒരു സംവിധായകനായിക്കോട്ടെ ഒരു നടനായിക്കോട്ടെ, അങ്ങനെ ആ ഒരു സിനിമ എന്ന് പറയുന്ന മാധ്യമം, ദൃശ്യ ശ്രവ്യ മാധ്യമത്തിലേക്ക് എത്തിപ്പെടാനായിട്ട്, ഏത് രീതിയിലെങ്കിലും എത്തിപ്പെടാനായിട്ട് ഒരു 100% ആൾക്കാരും ആഗ്രഹിക്കുന്നതിൽ 99% ആൾക്കാരും അവരുടെ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തുന്നത് സിനിമയുടെ ഒരു ഭാഗമാകുക എന്നതിനേക്കാൾ ഉപരി നല്ല സിനിമകൾ ജീവിതത്തിൽ അവർക്കുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം. നമ്മളതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് വന്നാൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ്. നമ്മുടെ ബിഗ് ഗംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനായിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ, ലാലേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആദ്യമായിട്ട് വില്ലനായിട്ട് വരുമ്പോൾ അദ്ദേഹം നീണ്ട 45 വർഷത്തിന് മുകളിലായിട്ട് ഇപ്പോഴും ഈ സിനിമ, അഭിനയം അല്ലെങ്കിൽ സംവിധാനം, ഇത് രണ്ടും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. സിനിമ എന്ന് പറയുന്ന മേഖലയല്ലാതെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റില്ല. നേരെ മമ്മൂക്കയിലേക്ക് വരികയാണെങ്കിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കഥാപാത്രത്തിന് പേര് പോലും ഇല്ലാതെയാണ് അദ്ദേഹം ആ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ഡയലോഗ് പോലും ഇല്ല അദ്ദേഹത്തിന്. ഒരു ഷോട്ടിലോ മറ്റോ എവിടെയോ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. ആ സിനിമയുടെ പേരെടുത്ത് നോക്കിയാൽ, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയുടെ പേരെടുത്ത് നോക്കിയാൽ പിന്നീട് മമ്മൂക്കയുടെ ജീവിതത്തിൽ അനുഭവങ്ങളൊന്നും പാളിച്ചകളായിട്ടില്ല. എത്ര വേഷങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഒരു വേഴ്സറ്റാലിറ്റിയാണ്. ഇപ്പം മമ്മൂക്കയുടെ കഥാപാത്രത്തിലാണെങ്കിലും ഇപ്പം ലാലേട്ടൻ്റെ അഭിനയത്തിന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ ഒരു സ്ട്രഗിളിലൂടെ കടന്നു വന്നവരാണ്. കാരണം അഭിനയ ജീവിതത്തിൽ അവർ പലതരത്തിലുള്ള സ്ട്രഗിൾസ് നേരിട്ട് കാണും. അവർ സസ്റ്റെയിൻ ചെയ്തു പോകാനായിട്ടുള്ള ഒരു സ്ട്രഗിൾ അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വിഗതകുമാരൻ എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ, എനിക്ക് തോന്നുന്നു 1928 മറ്റോ കാലഘട്ടത്തിൽ വിഗതകുമാരൻ, ശ്രീ JC ഡാനിയൽ, അദ്ദേഹം അതിലെ നിർമ്മാതാവുമാണ്, സംവിധായകനുമാണ്, നടനുമാണ്. ആ ഒരു സിനിമാ രംഗത്തേക്ക് ഇറക്കാൻ, നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തൊട്ടുതീണ്ടായ്മ, നാടുവാഴി സംസ്കാരങ്ങളെല്ലാം നിലനിന്നിരുന്ന കാലത്ത് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ആ രംഗത്തേക്ക് ഇറങ്ങാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയായിരുന്നു അന്ന് സിനിമ പോയിക്കൊണ്ടിരുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ അന്ന് ആ സമയത്ത്, ആലോചിക്കണം എത്ര വർഷം മുൻപാണെന്ന്. അതാണ് പിന്നീട് 28-29 കാലഘട്ടത്തിൽ, പിന്നീട് അതാണ് പൃഥ്വിരാജ് നായകനായിട്ട് സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിലേക്ക്, ആ സിനിമയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം ശരിക്കും നമ്മൾ ഒരു സിനിമ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആ ഒരു സിനിമ കൊണ്ടുവരിക. അപ്പോൾ കേരളത്തിലേക്ക് ഒരു മലയാള സിനിമയുടെ പിതാവെന്നാണല്ലോ JC ഡാനിയൽ അറിയപ്പെടുന്നത്. അപ്പം കേരളത്തിലെ ഒരു സിനിമ എന്നുള്ളൊരു കാര്യമേ ഇല്ല. അവിടേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ആദ്യത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരിക്കും. കാരണം അത് ആളുകളിലേക്ക് എത്തിക്കണം. അതിനായിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് നമുക്കറിയാം ഫിലിമിലായിരിക്കും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ, പിന്നെ അതിലേക്ക് അഭിനയിക്കാനായിട്ട് വരുന്ന റോസി എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ കഥാപാത്രത്തിനെ തിരഞ്ഞെടുക്കാൻ പോലും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും പോലും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകൾ ഒരുപാട്, സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന സിനിമകളിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടോവിനോ നായകനായിട്ടുള്ളൊരു നടികർ എന്ന് പറയുന്ന സിനിമ അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ പോലുള്ളൊരു സിനിമയാണ്. അതുപോലെ തന്നെ ടോവിനോടെ തന്നെ ആൻഡ് ദി ഓസ്കർ ഗോസ് ടു എന്ന് പറയുന്നൊരു സിനിമ. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ സിനിമകൾ എടുത്തു നോക്കിയാലും ആളുകൾ, തിരക്കഥാകൃത്തോ സംവിധായകനോ അല്ലെങ്കിൽ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആ സിനിമയെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സിനിമ എത്രത്തോളം ആ ഒരു മേഖല ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന പല വിജയിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ സിനിമകളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്തരത്തിലുള്ള സിനിമകൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന്
ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർ ഇമോഷണലി കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സക്സസ് ഉണ്ടാവുന്നതെന്ന് തോന്നി. പിന്നെ ഓഡിയൻസിൻ്റെ ഒരു ആസ്വാദന രീതി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ടെക്നിക്കലി ആ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുന്നു, പെർഫോമൻസ് സൈഡ് നോക്കുന്നു, കഥയായിക്കോട്ടെ അവർ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നു, അവർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ വരുമ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്ട്രഗിള് സ്വന്തം സ്ട്രഗിളായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ അവരെ സക്സസ്സിലേക്ക് എത്തുമ്പം അവരുടെ സന്തോഷം കൊണ്ട് ആ ഒരു കണ്ണ് നിറയുന്ന ഇപ്പോൾ ഉദയനാണ് താരത്തിനകത്താണെങ്കിൽ പോലും ആ ലാസ്റ്റ് തിയേറ്ററിലെ ആ സീനിൽ എ ഫിലിം ബൈ ഉദയഭാനു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അതിൽ തന്നെ വളരെ ചെറിയൊരു വേഷമാണ് സലീം കുമാറിനുള്ളത്. അദ്ദേഹത്തിന് ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും കണ്ണും നിറയുന്ന ഒരു സീൻ നമുക്ക് വളരെയധികം ഇമോഷണലി ടച്ചാണ്. അത് ഏതൊരു സിനിമാക്കാരനെ ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഒരുപാട് സിനിമ എന്ന് പറയുന്ന മേഖലയെ കൂടുതൽ സ്വാഗതം ചെയ്യാനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തോന്നിപ്പിക്കും. ഒരു പണം അല്ലെങ്കിൽ പ്രശസ്തി എന്നതിനേക്കാളൊക്കെ ഉപരി ഇതിനോടുള്ളൊരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ മോഹൻ നിങ്ങളൊരു നടനാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതായിരിക്കുമെന്ന് മോഹൻ എന്ന് പറയുന്ന ഒരു സാധാരണ സ്കൂൾ ടീച്ചർക്ക് സംവിധായകൻ രഞ്ജിത്ത് ആ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയിൽ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം അഡ്വൈസുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട നമ്മുടെ നസ്ലിൻ നായകനായി വരുന്ന മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവാൻ പോവുകയാണ്. അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിനിമ ചിത്രീകരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ല, പിന്നിലേക്ക് പോകുന്നതാണ് അതിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക. 2005 കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ബെസ്റ്റ് ആക്ടറിലെ ഒരു പാട്ടുണ്ട്, സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനണിഞ്ഞ് വിളി കേട്ട് ഇവൻ വഴി കാട്ട്. ഈ ഒരു പാട്ട് സത്യത്തിലൊരു ലോഡ് സ്വപ്നമായിട്ടാണ് ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് സത്യത്തിൽ. അപ്പം അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ചിലപ്പം ജോലി വരെ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ ഇതിലേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിഫൈൽസിൻ്റെ ഒരു സ്ട്രഗിള് ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ്. പിന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവ് പറയുന്നത് ശരിക്കും ഇതൊരു മടിയന്മാർ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം പെട്ടെന്നുള്ള ഫെയിം, പണം ഉണ്ടാക്കാം, അധ്വാനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആളുകൾക്ക് നോക്കുമ്പോൾ സിനിമ അത് നമുക്ക് ഉപയോഗമുള്ളൊരു കാര്യമല്ല എന്ന് തോന്നിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മൾ സിനിമയിൽ കൂടി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ നമ്മൾ രണ്ടുപേരും പറഞ്ഞ നമ്മുടെ എക്സ്പീരിയൻസ്, ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് തീർത്തും ചെറിയൊരു കാര്യമല്ല. ഇതേ സിനിമയുടെ ഒരു 10-25 വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാള സിനിമ വളരെ ചെറിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു. അത് പടർന്ന് പന്തലിച്ച് ഈ ചെറിയ ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്ന് പറയുന്നത് മദ്രാസ് എന്ന് പറയുന്ന ആ നഗരത്തിൽ നിന്ന് പറിച്ച് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് നടുന്ന സമയത്ത് അന്ന് മദ്രാസിൽ വെച്ച് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ 1980കളിലോ മറ്റോ ഉണ്ടായി. അങ്ങനെ ഒരു സിനിമ ഒരു കേരളത്തിലൊരു ചെറു ഗ്രാമത്തിൽ നിന്ന് മദ്രാസ് പോലെയുള്ള അന്നത്തെ വലിയ പട്ടണത്തിലേക്ക് സിനിമ സ്വപ്നവുമായി ചേക്കേറിയ ഒരു സാധാരണ സ്ത്രീ എന്ന് പറയാം. അങ്ങനെ ആ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞ് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച് പിന്നീട് അവരുടെ ജീവിതത്തിൽ വളരെ ഒരു ദുരനുഭവം ഉണ്ടാവുകയാണ്. അവർ ആത്മഹത്യ ചെയ്യുകയാണ്. അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു ദുരന്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് കാണിച്ചു തരുന്ന സിനിമയ്ക്കുള്ളിലെ സിനിമയായിട്ടാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന KG ജോർജിൻ്റെ ഒരു സിനിമ പോകുന്നത്. എനിക്ക് ഈ സിനിമ പറഞ്ഞപ്പോഴാണ് മറ്റേ ഡേർട്ടി പിക്ചർ എന്നുള്ള സിനിമ വിദ്യാബാലൻ സിൽക്ക് സ്മിതയുടെ കഥ പറഞ്ഞിട്ടുള്ള ജീവിതകഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ആ ഒരു കാലത്ത് നടിയാകാൻ ആഗ്രഹിച്ചു വന്ന ഒരാൾ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു. പിന്നെ സ്റ്റാർട്ടപ്പിൽ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ഐസൊലേറ്റഡ് ആയി പോകുന്ന ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെയാണ് ആ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടേഴ്സിൻ്റെ ഒരു ലൈഫ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ, ആക്ടേഴ്സിനാണെങ്കിലും സിനിഫൈൽസിൻ്റെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവരൊരു ഡേ ടു ഡേ അവരനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓട്ടം ഉണ്ട്, സ്ക്രിപ്റ്റ് എഴുതുന്നവരാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാനായിട്ടുള്ള ഒരു പോക്കുണ്ട്, പിന്നെ ആക്ടേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കഥ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടങ്ങളാണ് ശരിക്കും. ഉറപ്പായിട്ടും ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സിനിമ മമ്മൂക്ക ചെയ്ത സമയം മുതൽ ഇപ്പോഴും മമ്മൂക്ക നേരിട്ട് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഓരോരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി
ചാൻസ് ചോദിച്ച് നടക്കുകയാണ് എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ഒരു ഇച്ഛാശക്തിയും ആഗ്രഹവും ഒരു ത്വരയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ മലയാളത്തിലെ നെടും തൂണുകളായ മമ്മൂക്കയും ലാലേട്ടനും ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നസ്ലിൻ പോലെയുള്ള ഇപ്പോഴത്തെ യങ് ജനറേഷന് ഒരു മാതൃകയായിട്ട് അവരെ പോലെ തന്നെ വരണം, ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നേറണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ഈ പറയുന്ന മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കയറി വന്ന വഴികളിലൂടെ തന്നെ ഇവരും എങ്ങനെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സിനിമ ആഗ്രഹിച്ചു വരുന്നവരുടെ സ്ട്രഗിൾ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാതെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ഒരു സിനിമാ നടനാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു ശരിക്കും. കഥ നായകനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതെ അശോക് കുമാർ പറയുന്നുണ്ട്, എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യം പറഞ്ഞത് അവനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന മറ്റുള്ളവരുടെ വളരെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള സിനിമാ നടന്മാരോ അല്ലെങ്കിൽ പിന്നണി പ്രവർത്തകരോ ആരും ആയിക്കോട്ടെ. ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു നായകനോ അല്ലെങ്കിൽ ഒരു നായികയോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈവൻ ലൈറ്റ് ബോയ് മുതൽ അങ്ങേയറ്റം നായകനും പ്രതിനായകനും എല്ലാവരും ഉൾപ്പെടുന്ന ആ ഒരു ക്രൂ തന്നെയാണ്. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും പുറകിൽ ഇതുപോലെയുള്ള വ്യത്യസ്തനായ ബാലന്മാരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വ്യക്തി, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് സറൗണ്ടഡ് ആയിട്ടുണ്ട്. നമ്മുടെ തീ സ്റ്റുഡിയോയിലാണെങ്കിലും ഇൻ്റർവ്യൂസിന് വന്ന ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് അവരില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ശരിക്കും ഈ ഒരു സിനി ഫൈൽസിന് അല്ലെങ്കിൽ ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്നവരുടെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു വഴിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും. അത്തരത്തിൽ നമ്മുടെ ഈ നസ്ലിൻ അഭിനയിക്കുന്ന മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ റിലീസാവാൻ പോകുന്നു. അതിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥകൾ ഒരു 15-20 വർഷം മുന്നുള്ള കാലഘട്ടമാണ് അതിൽ തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഫിലിം മേക്കിംഗ് ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ശരിക്കും നമ്മൾ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു അത്. അപ്പം ഇതും എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു വേറൊരു വ്യത്യസ്തമായൊരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഇത് ഇങ്ങനെയുള്ള സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ഒരു കഥയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത് കാണാൻ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉറപ്പായിട്ടും ഉണ്ടാവും. ഉദയനാണ് താരം കാണാനുണ്ടായ ആകാംക്ഷ പോലെ, ബെസ്റ്റ് ആക്ടർ കാണാനുണ്ടായ ആകാംക്ഷ പോലെ തന്നെ ഉറപ്പായിട്ടും സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് ആളുകൾക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരുപാട് നോളേജസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അഭിനയം മാത്രമല്ലാതെ, സംവിധാനം മാത്രമല്ലാതെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തീ സ്റ്റുഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ സിനിമയുടെ കളറിങ്, ഗ്രേഡിങ് എന്ന് പറയുന്ന എല്ലാ ടെക്നിക്കൽ സൈഡുകളും, എല്ലാ ചേരുവകളും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഈ മോളിവുഡ് ടൈംസിന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അതേപോലെ ഇപ്പോൾ സിനി ഫൈൽസിന് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് റിലീസ് ചെയ്ത ആശകളായിരുന്ന സിനിമ, അതിൽ ആ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ട് കരഞ്ഞ ഒരാളുടെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. സോ റിയാലിറ്റിയിലുണ്ടായ ഒരു കാര്യമാണ്. അപ്പം അവരത്രയും ആ ഒരു സിനിമ അവരായിട്ട് അത്രയും കണക്ട് ചെയ്ത ഒരു കഥാപാത്രം. അപ്പം അതേപോലെ കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാവട്ടെ മോളിവുഡ് ടൈംസ്. അപ്പം നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച്.